അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈ ഒരു ആംപ്ലിഫയർ നമ്മൾ നേരത്തെ ചെയ്ത ഫിലിപ്സിൻ്റെ 4040 സെയിം സർക്യൂട്ടിൽ ചെയ്തിട്ടുള്ള ഒരു ബോഡി തന്നെയാണ്. ടെക്നിക്സിൻ്റെ ബോർഡാണ് നമ്മൾ അതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് പാനൽ കുറച്ച് സ്പെഷ്യലായിട്ട് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ആംപ്ലിഫയർ കാണാൻ നല്ല ഒരു ഭംഗി വേണം എന്നായിരുന്നു നമ്മുടെ സന്തോഷ് കല്ലട ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ട് അതിൻ്റെ പാനലൊക്കെ ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ പാനൽ സ്റ്റീൽ പാനലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈറ്റിങ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടത്തില്ല എന്നുള്ളതാണ്. ഇതിനകത്ത് ഒരു ഗ്ലേസിങ് ടൈപ്പാണ്. ഇത് മാറ്റ് ഫിനിഷാണ്. മാറ്റ് അതായത് ബ്രഷ്ഡ് ഫിനിഷാണ് വരുന്നത് ഇതിനകത്ത്. കണ്ടില്ലേ, ഈ ഒരു ഫിനിഷിലാണ് ഈ ഒരു സാധനം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സാധാരണ അക്രിലിക് പാനൽ പോലെ നമുക്ക് ക്യാമറ വഴി കൂടുതലായിട്ട് കാണാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ലൈറ്റിൻ്റെ ഒരു ഇത്. അല്ലെങ്കിൽ പിന്നെ ഞാൻ പുറത്ത് വെച്ച് ചെയ്യണം, പുറത്ത് മഴയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പുറത്ത് വെച്ച് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ പവർ സ്വിച്ച് അത്യാവശ്യം എല്ലാം നല്ല വിലയുള്ള സാധനമാണ്. ഇപ്പോൾ ഇതിൻ്റെ പാനലായാലും ഇതിൻ്റെ നോബായാലും എല്ലാം നല്ല വിലയുള്ള, അത്യാവശ്യം നല്ല രീതിയിൽ ചിലവ് വന്നിട്ടുള്ളൊരു കേസാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഓൺ ഓഫ് സ്വിച്ച്. അതിനകത്തൊരു ലൈറ്റ് കൊടുക്കാനുണ്ട്. അപ്പോൾ അതൊരു ഓപ്ഷനായിട്ട് ഞാൻ ഇട്ടൊക്കെയാണ്. ഈ റൗണ്ടിൽ റിങ്ങിൽ ലൈറ്റ് കത്തും. അപ്പോൾ ഞാനത് നിലവിലിപ്പം കൊടുത്തിട്ടില്ല. ഈ ഒരു സ്വിച്ച് ഓൺ ആക്കുന്നതോടുകൂടി തന്നെ, അപ്പോൾ ഞാൻ നേരത്തെ ചെയ്തൊരു പ്രോഡക്റ്റിൽ കുറച്ചുകൂടെ നല്ല സ്വിച്ച് വെച്ചുകൂടെ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ല സ്വിച്ചാണ്, നല്ല വിലയുള്ള സ്വിച്ചാണ്. ഇതും ഒരു സ്വിച്ചിന് ഏകദേശം 300-400 രൂപ റേഞ്ചിൽ വില വരുന്നൊരു സ്വിച്ച് തന്നെയാണ്. അപ്പോൾ ഈ ഒരു സ്വിച്ച് ഓൺ ആക്കുന്നത് കൂടി ഈ ഒരു ആമ്പ് ഓൺ ആവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിലിരിക്കുന്നത് ഫോസിയുടെ ഒരു ഡാക്കാണ്. നമ്മൾ ഇതിന് മുമ്പ് അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഡാക്ക് വെച്ചിട്ട് ഒരു ചെക്കിംഗ് വീഡിയോ നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഡാക്ക് ഞാൻ അതിൻ്റെ പുറത്ത് എടുത്ത് വെച്ചിട്ടുള്ളത്. നമുക്ക് ജസ്റ്റ് ആദ്യം അതൊന്ന് ഓണാക്കാം. അപ്പോൾ അത് ഓണായി കഴിഞ്ഞാൽ കണ്ടില്ലേ, ബ്ലൂടൂത്ത് മോഡിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കൂടാതെ തന്നെ ഈ ഒരു സ്വിച്ച് ഓണാക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആമ്പും ഓണാവും. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. വ്യൂ മീറ്ററിനകത്ത് ചെറിയ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇനി കുറച്ച് വർക്ക് ബാക്കിയുണ്ട്, അതിൻ്റെ പ്രകാശം ഒന്ന് കുറയ്ക്കാനായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പിന്നെ വരുന്നത് ഇത് സോഴ്സ് സെലക്ടറാണ്. നമുക്ക് ഇതിനകത്ത് ബ്ലൂടൂത്ത് ഇൻബിൽറ്റഡ് ചെയ്യുന്നില്ല, ഇതിനകത്ത് ബ്ലൂടൂത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ അഡീഷണൽ വേറെ ഏതെങ്കിലും ഡാക്കോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻപുട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ വരുന്നത് ഇൻപുട്ട് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഈ റോട്ടറി നോബ് കറക്കുന്നതിനനുസരിച്ച് നമുക്ക് ഓഡിയോ 1, ഓഡിയോ 2, ഓഡിയോ 3, ഓഡിയോ 4 അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ റോട്ടറി നോബ് കൊടുത്തിട്ടുണ്ട്. ഇത് ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള ഒരു നോബാണ്, ആനോഡൈസ്ഡ് നോബാണ്, അലുമിനിയം നോബാണ്. ഇതിന് അത്യാവശ്യം വിലയുണ്ട്. നമ്മൾ ഒരു 400 രൂപയ്ക്കകത്തുള്ളൊരു പ്രൈസാണ് ഈ ഒരു ഒറ്റ നോബിന് തന്നെ വരുന്നത്. പിന്നെ ഈ ബാക്കിൽ കാണുന്നത് മെറ്റൽ പീസാണ്. മെറ്റൽ പീസിൽ നമുക്ക് എൻഗ്രേവ് ചെയ്ത്, ലേസർ എൻഗ്രേവ് ചെയ്ത് എടുത്തിട്ടുള്ളതാണത്. കൂടാതെ തന്നെ പിന്നെ വരുന്നതെന്ന് വെച്ചാൽ വ്യൂ മീറ്ററാണ്. വ്യൂ മീറ്റർ ജിടെക്കിൻ്റെ സൈറ്റിൽ അവൈലബിൾ ആണ്. ഒരു 3400 ആ ഒരു റേഞ്ചിനകത്താണ് ഇതിൻ്റെ ഡ്രൈവറും ഈ ഒരു മീറ്ററും കൂടെ വില വരുന്നത്. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു മീറ്റർ തന്നെയാണ്. നല്ല ഒരു വർക്കിംഗ് നമുക്ക് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ബ്രാൻഡ് ഇവിടെ ഹാൻഡ് മെയ്ഡ് സിസ്റ്റംസ് എന്ന് പറഞ്ഞ ബ്രാൻഡ് ലേസറിൽ നമ്മൾ എൻഗ്രേവ് ചെയ്ത് വച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത് വരുന്നതെന്ന് വെച്ചാൽ ഇത് ഓളിയം കൺട്രോളാണ്. മൊത്തത്തിലുള്ളൊരു മാസ്റ്റർ കൺട്രോളായിട്ടാണ് ഇത് വരുന്നത്. ഇത് സ്റ്റീരിയോ ആംപ്ലിഫയർ ആണ്, സബ് ഊഫർ വരുന്നില്ല, സ്റ്റീരിയോ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ബാസ് ട്രിബിൾ 2 ഓപ്ഷൻ നമുക്ക് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ സ്റ്റീൽ പാനലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസൈൻ ചെയ്തിട്ട് എടുത്തിട്ടുള്ള ഒരു സ്റ്റീൽ പാനലാണ്. അപ്പോൾ ഇത് ഡിസൈൻ ചെയ്തിട്ട് നമ്മുടെ രമേശൻ മാമൻ്റെക്ക് കൊടുത്തപ്പോൾ പുള്ളി അത് എനിക്ക് ചെയ്തു തന്നു. ബാക്കിയുള്ളത് ഞാൻ വീട്ടിൽ വന്നിട്ട് ചെയ്തതാണ്. ഇതൊക്കെ എഴുതിയത് മാതാ പ്ലാസ്റ്റിക്, ട്രിവാൻഡ്രത്തുള്ളൊരു കടയാണ് മാതാ പ്ലാസ്റ്റിക്. അവിടെ നമുക്ക് സ്റ്റീലിലോ അലുമിനിയത്തിലോ ഒക്കെ എൻഗ്രേവ് ചെയ്ത് ലേസർ എൻഗ്രേവിങ് ചെയ്യാനായിട്ട് സാധിക്കും. മാതാ പ്ലാസ്റ്റിക് മുട്ടത്തറയാണ്, അവിടെ ചെയ്തതാണ്. പിന്നെ എഡ്ജ് വന്നിട്ട് ഈ ഒരു എഡ്ജ് നമുക്ക് കുറച്ചുകൂടെ നല്ലൊരു മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട്. അത് സ്റ്റീലിൽ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു ഫിനിഷിങ് കിട്ടണം, ഈ കാണുന്ന ലെവലിലൊരു ഫിനിഷിങ് നമുക്ക് കിട്ടണം. അപ്പോൾ ആ ഫിനിഷിങ് ഈ രീതി കിട്ടണം എന്നുള്ളൊരു രീതിയിൽ ആണ് ഇത് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് പിന്നീട് ഇതിനെ മാറ്റും. ഇതിപ്പോൾ നിലവിലൊട്ടിച്ചിരിക്കുന്ന സ്റ്റിക്കറാണ്. അപ്പോൾ ഈ ഒരു ലെവലിൽ ഒരു ഫിനിഷിൽ കിട്ടുന്ന എന്തെങ്കിലും ഒരു ഐഡിയ നോക്കണം നമുക്കിവിടെ ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ഇത് ഇളക്കി കളഞ്ഞാലും വൃത്തിയേട് ഇല്ല. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഓപ്ഷനായിട്ട് കൊടുത്തിരിക്കുന്നതാണ്.
അപ്പോൾ ഇതിൻ്റെ ഒരു വർക്കിംഗ് ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം. ഇതിന് ഞാൻ എൻ്റെ ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ലൊരു പാട്ടിട്ട് ഞാൻ വർക്കിംഗ് കാണിക്കാം. ഫിലിപ്സ് 40 നേരത്തെ കാര്യം സെയിം സർക്യൂട്ടിൽ തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഫിലിപ്സ് 40യുടെ ക്വാളിറ്റി എന്താണോ അത് നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഫിലിപ്സ് 40 എന്ന് പറയുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല ഒരു നമുക്ക് കുറേ ടൈപ്പ് ഓഫ് ആംപ്ലിഫയറുകൾ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ നാട്ടിൽ അപ്പോൾ അതിൽ കിട്ടുന്നതിൽ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ളൊരു ബോർഡാണ് ഫിലിപ്സ് 40യും പിന്നെ P3A റോഡ് എല്ലിയോട്ടിൻ്റെ P3A നല്ല 2 ആംപ്ലിഫയർ ഞാൻ കേട്ടിട്ടുള്ളതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള 2 ആംപ്ലിഫയറുകളാണ്. പിന്നെ ഇനിയുള്ളത് അപ്പെക്സിൻ്റെ സർക്യൂട്ടിൽ അപ്പെക്സ് AX40 A40 2 ആംപ്ലിഫയറുകളും അസാധ്യ ക്വാളിറ്റിയാണ്. നിങ്ങൾ ചെയ്ത് വയ്ക്കുന്നു എന്നുണ്ടെങ്കിൽ അപ്പെക്സിൻ്റെ A40യോ AX40യോ നിങ്ങൾ ചെയ്ത് വയ്ക്കുക. 100 വാട്ടിനകത്തുള്ള ആമ്പുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കത് ചെയ്ത് വയ്ക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഇത് സിൽവറാണ്. ഇവിടെ സിൽവർ കളറാണെന്നുണ്ടെങ്കിൽ നമുക്ക് നടുക്ക് ഈ വരുന്നത് ഗോൾഡ് കളറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ആ ഒരു കളർ കോമ്പിനേഷൻ മാച്ചായി പോകുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇതും സിൽവർ തന്നെ നോക്കിയതാണ്. ഇത് സിൽവർ ഇതൊരു അലുമിനിയം ഫിനിഷ് നോക്കിയതാണ്. അപ്പോൾ അത് അത്ര അങ്ങോട്ട് മാച്ച് ആവാത്തതുകൊണ്ടാണ് പിന്നെ ഗോൾഡ് തന്നെ ഞാൻ കൊടുത്തത്. പിന്നെ ഈ ഒരു സ്റ്റീൽ പാനൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാൻ ഒരല്പം ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എഡ്ജ് വളച്ചെടുക്കാൻ ഒരല്പം ബുദ്ധിമുട്ട് നമുക്ക് വരും. കാര്യം ആ ഒരു എഡ്ജ് വളയ്ക്കുന്ന സമയത്ത് ഇത് സ്റ്റീൽ അലുമിനിയം പോലെയല്ല, കുറച്ചല്ല നല്ല കട്ടി കൂടുതലാണ്. അപ്പോൾ ഈ ഒരു സൈഡ് കൊണ്ടൊന്ന് ബെൻഡായി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ച് അത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഇത് ചെയ്യാനായിട്ടും ഈ ഒരു സാധനം വളയ്ക്കാനായിട്ടും പറ്റത്തുള്ളൂ. പിന്നെ കട്ടിങ്ങും അതുപോലെ തന്നെയാണ്. ഈ സ്റ്റീൽ നമുക്ക് സാധാരണ GI ഷീറ്റൊക്കെ കട്ട് ചെയ്യുന്ന പോലെ നമുക്ക് വളരെ ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാനും സാധിക്കില്ല. ഈ എഡ്ജ് പിടിക്കും. ആ എഡ്ജ് കറക്റ്റായി കട്ടിങ് വരണമെങ്കിൽ അത്രയും നല്ല കട്ടിങ് ചെയ്യുന്ന കട, എത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ കട്ടിങ് ചെയ്യുന്ന കടയും നല്ല മെഷീനുള്ള കടയുണ്ടെങ്കിൽ മാത്രമേ അതിന് പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ നോർമൽ നമുക്കിപ്പോൾ ഒരു ഗ്യാറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു വേറൊരു പാനലെ കട്ടി ചെറിയൊരു പെർഫെക്ഷൻ വ്യത്യാസം വന്നാലും അല്ലെങ്കിൽ തെറ്റിപ്പോയാലും നമുക്ക് കുഴപ്പമില്ല, നമുക്ക് കണ്ടില്ലെന്ന് വയ്ക്കാം. പക്ഷേ ഇതുപോലത്തെ ഇപ്പോൾ ആംപ്ലിഫയർ പോലത്തെ സാധനങ്ങളൊക്കെ ആണെങ്കിൽ ആൾക്കാർ കുറച്ചുകൂടെ കൂടുതലായിട്ട് നോക്കുന്നൊരു സംഭവമാണ്. അപ്പോൾ അതിന് കട്ടിങ് പക്കയായിരിക്കണം. അപ്പോൾ ഞാൻ നേരത്തെ ഇതിന് മുമ്പേ ചെയ്തൊരു ആംപ്ലിഫയറിൽ കട്ടിങ് ശരിയാവാത്തതുകൊണ്ട് 4 പാനലോളം നമ്മൾ ചെയ്തായിരുന്നു. ഈ പ്രാവശ്യം അത് വേറൊരു ഷോപ്പിലാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ അവിടുത്തെ മെഷീൻ എന്തോ കംപ്ലൈൻറ്റ് ആയതുകൊണ്ട് നമ്മൾ പിന്നെ ഒരു അബദ്ധം പറ്റണ്ടെന്ന് പറഞ്ഞ് വേറൊരു ഷോപ്പിൽ നിന്നാണ് അതിൻ്റെ ഒരു കട്ടിങ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം CNC കട്ടിങ്ങാണ്. ഇത് ഇപ്പോൾ ക്യാമററ്റ് ഇവിടെ വരുന്ന ഇതെല്ലാം CNC കട്ടിങ്ങിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഫ്രണ്ട് പാനലിൻ്റെ വീഡിയോ ഇടുമെന്ന് നമ്മളൊരു ചേട്ടൻ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്ന ചേട്ടനാണ്. അപ്പോൾ ചേട്ടൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചേട്ടനും കൂടെ വേണ്ടിയിട്ടാണ് സ്പെഷ്യലി ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പിന്നെ ഇതുപോലത്തെ ആംപ്ലിഫയറിൽ ഞാൻ കൂടുതലും സ്റ്റീരിയോ ആംപ്ലിഫയറിലാണ് ചെയ്യാൻ താല്പര്യപ്പെടുന്നത്. എല്ലാ ആൾക്കാർക്കും ചെയ്തു കൊടുക്കാനുള്ള സമയം എനിക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. സമയമുള്ള പോലെ നമ്മൾ ചെയ്തും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ തന്നെ ഏകദേശം ഒരുപാട് സമയമെടുത്ത് ചെയ്തൊരു ആംപ്ലിഫയറാണ്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ പെർഫെക്ഷൻ നോക്കിയൊക്കെ ചെയ്ത ഈ ഒരു ആംപ്ലിഫയറാണ്. ഈ ഒരു ആംപ്ലിഫയർ നമുക്ക് ഒരു ഓഡിയോ ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഫ്രണ്ട്സ് ഞാൻ പാട്ടിട്ടേക്കാണ്. ഇത് എൻ്റെ വ്യൂ മീറ്ററിൽ കാണിക്കുന്നത് ഇൻപുട്ട് ലെവലാണ് കാണിക്കുന്നത്, ഔട്ട്പുട്ട് ലെവലല്ല. നമ്മുടെ ആമ്പിലോട്ട് വരുന്ന സിഗ്നലിൻ്റെ ഇൻപുട്ട് ലെവലാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ പാട്ട് ഞാൻ എപ്പോഴും കാണിക്കുന്നത് കോപ്പിറൈറ്റ് ഇല്ലാത്ത പാട്ടാണ്. എൻ്റെ തന്നെ സ്വന്തം പാട്ടായതുകൊണ്ടാണ് ഈ പാട്ട് എപ്പോഴും ഓഡിയോ ചെക്കിങ്ങിന് വേണ്ടി കാണിക്കുന്നത്. അപ്പോൾ ഈ പാട്ടിന് വേറെ പ്രശ്നങ്ങളില്ല, അതുകൊണ്ടാണ്. പിന്നെ തബലയും ഗിത്താറും എല്ലാ സംഭവങ്ങളും ഇതിനകത്ത് ഉള്ളതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഒരു ആംപ്ലിഫയർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ആംപ്ലിഫയറിൻ്റെ നിർമ്മാണ ചിലവ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു 20-25 റേഞ്ചിനകത്ത് എന്തായാലും ആയി കാണും.
അത്രയും ചിലവ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. സ്റ്റീരിയോ ആംപ്ലിഫയർ ആണ്. പിന്നെ ക്യാബിനറ്റ് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത്. ക്യാബിനറ്റിന് മാത്രം തന്നെ ഏകദേശം ഒരു 2800 ആ ഒരു റേഞ്ചിനകത്താണ് ക്യാബിനറ്റിന് മാത്രം നമുക്ക് പ്രൈസ് വരുന്നത്. പിന്നെ ഫ്രണ്ട് പാനലിന് അതുപോലെ നല്ല പ്രൈസ് വരുന്നുണ്ട്. നോബിന് തന്നെ ഏകദേശം 400 രൂപയോളം വില വരുന്നുണ്ട്. പിന്നെ സ്വിച്ചിന് ഏകദേശം 300 ആ റേഞ്ച് വില വരുന്നുണ്ട്. നല്ലൊരു നിർമ്മാണ ചിലവുള്ള ഒരു ആംപ്ലിഫയർ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. പിന്നെ ഈ ആംപ്ലിഫയറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ. എന്തെങ്കിലുമൊക്കെ വ്യത്യാസമോ മാറ്റമൊക്കെ വരുത്തണമെന്ന് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. അപ്പോൾ ഈ ഒരു ആംപ്ലിഫയറിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.